ജീസസ് റീഇൻസ്റ്റേറ്റ്സ് അസ്. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. അപ്പോൾ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ അബദ്ധങ്ങളും മണ്ടത്തരവും പറ്റിയിട്ട് നമ്മൾ കുഴിയിലായിരിക്കാം. ഭർത്താക്കന്മാരായിരിക്കാം, പണസംബന്ധ ഭാരമായിരിക്കാം, മക്കളുടെ ഡിവോഴ്സിൻ്റെ ആയിരിക്കാം, പിന്നെ ജോലിയിൽ അഭിവൃദ്ധി ഇല്ലാത്തതായിരിക്കാം, രോഗമായിരിക്കാം. ഈ ഭാരങ്ങളെല്ലാം നമ്മളെ അങ്ങ് ദിനംപ്രതി നമ്മളെ അങ്ങ് അടിച്ചില്ലാതാക്കുക. അപ്പം ഒരു നുഖമുണ്ട് നമ്മുടെ എല്ലാം തോളത്ത്, നമുക്ക് വഹിക്കാൻ വയ്യാത്ത ഒരു നുഖം. എ മെഷർ ഓഫ് ഫെയ്ത്ത് എന്നാണ്. അതായത് വിശ്വാസത്തിൻ്റെ ഒരു പോർഷൻ, ഒരളവാണ് ഓരോ വ്യക്തിക്കും ഇട്ടിരിക്കുന്നത്. എത്രമാത്രം വിശ്വാസത്തിൻ്റെ അളവിട്ടോ അത്രമാത്രം പ്രശ്നങ്ങളും വരും. ഇപ്പം രണ്ടിങ്ങനെ ബാലൻസ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ഒത്തിരി ഭാരത്തിൽ കൂടെ പോകുന്നവരാണെങ്കിൽ കർത്താവ് ഇപ്പോൾ വന്നിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ആരെയാണ്? കർത്താവിൻ്റെ ശബ്ദമാണ് ഇത് പറയുന്നത് എങ്കിൽ അപ്പച്ചൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്യങ്ങളും അത് നടക്കുക തന്നെ ചെയ്യും. only thing is that സമയം ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞോ അവൻ വിശ്വസ്തൻ. അതുകൊണ്ട് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ഒരു ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോഴാണ് സംശയം കൂടാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി ആ വലിയ അഗാധ സമുദ്രത്തിൽ വീഴട്ടെ എന്ന് പറയുമ്പോൾ വീഴുകയാണ്. അപ്പോൾ ഏശാവിന് പോലും നുഖം ഉണ്ടായിരുന്നെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഏശാവിൻ്റെ നുഖം കുടഞ്ഞു കളഞ്ഞു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഏശാവ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏശാവ് മൂത്ത മകൻ, ഒരല്പസമയത്തിൻ്റെ വ്യത്യാസം, ഒരു ട്വിൻസ് ആയിരുന്നു. ഏശാവ് യാക്കോബിൽ യേശോബിനാണ് മൂത്തവനാകയാൽ ഇരട്ടി അവകാശവും അനുഗ്രഹം കിട്ടേണ്ടിയവൻ്റേത് യാക്കോബ് ദൈവനിയോഗപ്രകാരം തന്നെ ഏശാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കാം, മൂത്തവൻ്റെ അനുഗ്രഹം. അന്ന് തൊട്ട് യാക്കോബ് ഓട്ടമാണ്. യാക്കോബ് ജീവനും കൊണ്ട് ഓടിയാണ്. അതെല്ലാം കഴിഞ്ഞ് 10, 20, 30 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭാര്യമാർ, 2 ഭാര്യയും മക്കളെയും കൊണ്ട് തിരിച്ചുള്ള യാത്ര. എപ്പോഴേ ദൈവം തമ്പുരാൻ തന്നെ യാക്കോബിനോട് പറഞ്ഞു, നീ തിരിച്ചു പോകുക. എന്തിനാ? മൂത്ത സഹോദരൻ്റെ അടുക്കിലേക്ക്. സഹോദരൻ കൊല്ലാൻ നിൽക്കുന്ന വ്യക്തിയാണ്. എത്രയോ കുടുംബങ്ങളിൽ വാശിയായിട്ട് നിൽക്കുന്ന വ്യക്തികളെ, സഹോദരന്മാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വെറുതെ വാശി പിടിച്ചിട്ട് മാറി നിൽക്കുന്നവരോട് ദൈവശബ്ദം കടന്നു വരികയാണ്, സമയമായി, തിരിച്ചു പോകൂ. അപ്പോൾ യാക്കോബിന് പറയാമായിരുന്നു, ഇവിടെ എനിക്ക് 2 ഭാര്യമാർ, എനിക്ക് 11 മക്കൾ, ഇനി ഇതുങ്ങളെല്ലാം കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് അങ്ങോട്ട് എന്നിട്ട് ഇവരെല്ലാം കൂടെ കൊല്ലുന്നത് ഞാൻ കാണണമോ? ഞാൻ പോകത്തില്ല. നമ്മുടെ ഭയമാണല്ലോ. ദൈവം പറഞ്ഞത് പറയുന്നവൻ വിശ്വസിപ്പിക്കാൻ തക്കവണ്ണമുള്ള ആത്മശക്തിയും കൂടി ഇട്ടിട്ടാണ് പറയുന്നത്. അത് പറയുന്നവൻ്റെ വ്യക്തിത്വമാണ്. അതായത് ലാസറസ് മരിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ലാസറസ് മരിച്ചിട്ട് 4-ാം ദിവസം എന്ന് പറയുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ആകുമ്പോൾ ആ ശവത്തിന് പിന്നെ ഒരു ജീവനും ഇല്ല. യഹൂദന്മാരുടെ വിശ്വാസമുണ്ട് 3 ദിവസത്തിനാണെങ്കിൽ തിരിച്ചു വരുന്നു. ഇതിപ്പോൾ അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം പോലും ഇല്ലാത്തടത്ത് യേശുക്രിസ്തു കടന്നു വന്നിട്ട് ലാസറസ് കംഫോർട്ട് എന്ന് പറയുമ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് മുമ്പിൽ വന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് റൂമാലിലോട്ട് കെട്ടി തല തൊട്ട് കാല് വരെ ടേപ്പ് പോലെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ശക്തിയായിട്ടുള്ള ഒരു ടേപ്പിനകത്ത് പൊതിഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവൻ്റെ കണ്ണും കാണൂല, ചെവിയും കാണത്തില്ല. എത്ര മനുഷ്യർ ആ ലെവലിൽ പിശാചിന് അടിമയായിട്ട് കഴിയുന്നുണ്ട്. സമയമായി നമ്മൾ പറയാണ്, അടിച്ചുവിടെ അവനെ അടിച്ചുവിടെ, അവൻ്റെ റൂമാൽ അഴിച്ചു കൊടുക്കുക, അവൻ്റെ തല തൊട്ട് കാല് വരെയുള്ളതായിട്ടുള്ള ആ ടേപ്പ് അങ്ങോട്ട് അഴിച്ചടിച്ചിട്ട് അവസാന നിമിഷം വരെ അടിച്ചു പറിച്ചു കളയുമ്പോൾ നല്ല ശക്തനായ ഒരുവൻ, ജീവനുള്ള ഒരു ലാസറസ് മുമ്പിൽ വന്നു നിന്നു. ഈ ലാസറസിൻ്റെ വീട്ടിലാണ് യേശു ക്രിസ്തു പെസഹായ്ക്ക് 6 ദിവസം മുൻപ് അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നു. ലാസറസിൻ്റെ സഹോദരി അവരുടെ കാലിന്മേൽ സ്വച്ഛ ജഡാമാംസിന്ന് തൈലം 300 ചില്ലുവാനും റിയാൽ വിലയുള്ളതായിട്ടുള്ള തൈലമെടുത്ത് അവൻ്റെ കാലിന്മേൽ ഒഴിക്കുന്നു. ആ കാലിന്മേൽ അവളുടെ മുടി കൊണ്ട് അത് ഒപ്പുന്നു. അവളുടെ ശരീരത്തിന്മേൽ ആ മണം കയറി വരുന്നു. എവിടുന്നാണ് സൗരഭ്യവാസന? മരിച്ച അവസ്ഥയിൽ. എല്ലാവരും പറഞ്ഞു കാണത്തില്ലേ, യേശുവിൻ്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് വലിയ ആളായിട്ട് നടന്നുണ്ട്, മരിച്ചിട്ട് വന്നു പോലും ഇല്ല നോക്കാൻ. എത്ര പെട്ടെന്നല്ലേ വിധി എഴുതുന്നത്.
3 ദിവസം കണ്ടില്ല, അടക്കാനും കണ്ടില്ല, 4-ാം ദിവസം വന്നിരിക്കുക. അങ്ങനെയല്ലേ പറയത്തുള്ളൂ. യേശു ഇതുവെല്ലാം കേട്ടോ? യേശുവിനറിയാം പിതാവിൻ്റെ ഉദ്ദേശം എന്താണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീർണാവസ്ഥയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്ന്, ഞാൻ മരിച്ചാലും ഞാനിത് കാണുമെന്ന് പറയാൻ, അല്ല മരിച്ചു കഴിഞ്ഞാലും ഇതിനകത്ത് പ്രശ്നമില്ല എന്ന് പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്? വിശ്വാസം പടിപടിയായിട്ട് മുകളിലോട്ട്. നമ്മളിപ്പം കാണുന്നില്ലേ, സ്വർഗപടിയിലോട്ട് കയറി നമ്മളിങ്ങനെ കയറി യേശുവിനെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം ഇതെല്ലാം ഞാൻ നന്മയ്ക്കായിട്ടാണ് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് വ്യക്തമായിട്ട് ഒരു സുപ്രഭാതി കാണിക്കുമ്പോഴാണ് പുറകോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക്, എല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു എന്ന് പറയാം. അതിന് സമയമെടുക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ വേദപുസ്തകത്തിൽ യഥാസ്ഥാനപ്പെടുത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 21:15 തൊട്ട് 18 വരെയുള്ള വാക്യം വളരെ പ്രസക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായമേ യോഹന്നാനുള്ളൂ. 21:15 തൊട്ട് 18 വരെയുള്ള വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. അങ്ങനെ പത്രോസ് പറയുന്നത്, നിനക്കറിയാം എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന്. 2 പ്രാവശ്യം ഇതേ തന്നെ ചോദിച്ചു. 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് പൊട്ടിക്കരയുകയാണ്. നമ്മൾ പൊട്ടിക്കരയുന്ന ലെവലായോ? നമ്മുടെ മുമ്പിൽ നമ്മുടെ മക്കൾ 35-40 വയസ്സുള്ളവർ വന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കും. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നെഞ്ചു പൊട്ടി നമ്മൾ കരയും, കണ്ണുനീര് ധാരാളം. ചില സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് റാംകോയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മോളുടെ പ്രയാസത്തിന്, മോൾക്ക് ഓരോ തരത്തിൽ കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ടേച്ച് അമ്മമാരെന്ന് വേദനിക്കും. നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തിനാണ് ഒഴുകുന്നതെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞൂടെ, ആത്മാവ് കരയുകയാണ്. അതാണ് ആത്മാവിൻ്റെ കണ്ണുനീര്, ആത്മാവിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവം. ഇവിടെ പത്രോസ് 3-ാം പ്രാവശ്യം ചോദിച്ചപ്പോൾ അന്തരാത്മാവിൽ അവൻ കരയുകയാണ്. അവൻ കരയുന്നതാണ്. എന്താ പറയുന്നത്? എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-ാമതും ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിച്ചിട്ട്, കർത്താവേ, നീ സകലത് അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്നാൽ എൻ്റെ ആടുകളെ മേയിക്കാം. ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയും സംശയത്തിൻ്റെയും എല്ലാ കണ്ണുകൾ വലിച്ചെറിഞ്ഞ് കളയാൻ തക്കവണ്ണം 3-ാം പ്രാവശ്യം ചോദിച്ചു. 3 പ്രാവശ്യം യേശുവിനെ തള്ളിക്കളഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ട്. ഈ ദൈവത്തെ വിളിക്കുന്നു, നമ്മുടെ മക്കളൊക്കെ വിളിക്കുന്നു, മമ്മിയും ഡാഡിയും വിളിക്കുന്ന ദൈവത്തിന് എന്താ പ്രസക്തി എന്ന് ചിലപ്പം ചോദിക്കുന്ന സാഹചര്യം കാണും. നമ്മളെ കാണുന്നവർ, നിങ്ങൾ വചനം എടുത്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം എന്ന് ചോദിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് പറയുന്നു, നീ എന്നെ ഇവയിലധികമായിട്ട്, നീ എന്നെ ഇവരിലധികമായിട്ട് സ്നേഹിക്കുന്നുവോ? ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ്. ഇവരിലധികമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പറയാൻ വയ്യാത്ത ഭാരമുള്ളവരാണ് സുവിശേഷത്തിന് നിൽക്കുന്നത്. പക്ഷേ ദൈവം പറയുന്ന ഒരു ചോദ്യം, അന്നേരം ദൈവം ചോദിക്കുന്ന, ഞാൻ പ്രശ്നം പരിഹരിക്കുന്നതല്ല, ഈ പ്രശ്നത്തെക്കാട്ടിൽ കൂടുതലായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ മുഖത്തിൻ്റെ ഛായ മാറിയേക്കാം, പക്ഷെ അവയ്ക്ക് അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് കരഞ്ഞേച്ചു പറയാണ്, എല്ലാം അറിയുന്ന ദൈവമേ, എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ വേറെങ്ങും പറയേണ്ട ആവശ്യമില്ല. അപ്പം ആത്മാവിനെ വിവേചിച്ചറിയാവുന്നവർ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്, അതായത് ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ മഴ പോലെ പെയ്യുന്ന അനുഗ്രഹം. ഈ ചൂടല്ലേ, ചൂടിൻ്റെ സഹിക്കമേത് ചൂട് സമയമാണ്. മനുഷ്യൻ ഹീറ്റ് സ്ട്രോക്ക് കൊണ്ട് മരിച്ചു പോകുന്നു, വെള്ളം കുടിക്കാതെ മരിച്ചു പോകുന്ന സമയം. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ മഴ അരമണിക്കൂർ തിമിർത്ത് പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭൂമി തണുത്തു, കിണറ്റിൽ വീണ്ടും വെള്ളം കയറി വന്നു. ചെടികൾക്കെല്ലാം പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരിക്കലും വെയിലേ കൊള്ളാത്ത ഭാവത്തിൽ അവന്മാർ ചിരിച്ചു നിൽക്കുന്നത്. പൂക്കളെല്ലാം ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് നിറച്ച് പൂക്കൾ അങ്ങോട്ട് കിളുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം കിടക്കുന്ന വിത്തുകളെല്ലാം പെട്ടെന്ന് കിളുത്തിട്ട് പൂക്കളായി തുടങ്ങി. ഇതാണ് നമ്മൾ എത്രയെല്ലാം ഭാരത്തിൽ കൂടെ പോകുന്നു. വിട്ടുകളയല്ലേ. ദൈവം വിട്ടുകളയത്തില്ല, പക്ഷെ ഞാൻ വിട്ടുകളയത്തില്ല. അവിടെയാണ് നമ്മുടെ ഉറപ്പ്. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തീക്കകത്തൂടെ പോകുമ്പോൾ വെന്തു പോകത്തില്ല എന്നൊക്കെ നമ്മൾ ഗമയിലങ്ങ് പറയും. വെള്ളത്തിൽ കൂടെ പോയാൽ ഞാൻ ചത്തുപോകത്തില്ല, ഞാനും പറയും.
പക്ഷെ വെള്ളത്തിന് കുറച്ച് നേരം നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ കഴിവുണ്ട്. പക്ഷെ ഒത്തിരി നേരം ആകുമ്പോഴോ തീർന്നില്ലേ? നീന്തി കുഴഞ്ഞു കഴിയുമ്പോഴോ തീർന്നില്ലേ? നിർത്താം. ദൈവം എനിക്കിനി വയ്യ. എല്ലാ വാതിലും അടയുമ്പോൾ വാതിൽ തുറക്കാതെ അകത്ത് കയറി വരുന്നൊരു ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയാണ്, ഇവരിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉണ്ട്. ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്നാൽ നിന്റെ പ്രശ്നം പരിഹരിക്കുന്ന നല്ല ഉത്തരം കൊടുത്ത് എനിക്കും നിങ്ങൾക്കും അതാണ് കേൾക്കേണ്ടത്. എൻ്റെ മോൻ്റെ പ്രശ്നം തീർത്തു, എൻ്റെ മോടെ തീർത്തു, എൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നം തീർത്തു. അതല്ല ദൈവം ഉടനെ പറഞ്ഞത്. എൻ്റെ ആടുകളെ മേയ്ക്കും. കർത്താവിൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നമ്മുടെ കാര്യം നോക്കുന്ന ഒരു ദൈവമല്ലേ. പിന്നെ പത്രോസിൻ്റെ പ്രയാസമുള്ളതായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പത്രോസ് തിരിച്ച് പിന്നെ ദൈവത്തെക്കുറിച്ച് ചോദ്യം ചെയ്തതായിട്ട് കാണുന്നില്ല. പത്രോസിനെ യേശുവിനെ പോലെ തന്നെ ക്രൂശിക്കാൻ വന്നപ്പം പത്രോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണേ, എൻ്റെ തല താഴെ കാല് മേളിലായിക്കോട്ടെ, കാരണം എൻ്റെ കർത്താവിനെ നൂർന്ന് നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങനെ പറഞ്ഞ് മരണമേറ്റെടുത്തിയ ഒരു വിശുദ്ധൻ പോരെ. അതാ പറഞ്ഞില്ലേ പത്രോസിനോട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെതിരായിട്ട് നിൽക്കത്തില്ല. നിൽക്കുമോ? കഴിഞ്ഞില്ലേ? ഇന്നും പത്രോസ് വിളങ്ങുന്ന സ്റ്റാറായിട്ട് സ്വർഗത്തിൽ നിൽക്കുന്നു, ഭൂമിയിൽ മനുഷ്യന് പ്രകാശമായി നിൽക്കുന്നു. അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ ദൈവം നമ്മളോട് ഇത് തന്നെ ചോദിക്കുന്നത്. പ്രശ്നം പരിഹരിക്കേ എന്നും പറഞ്ഞ് നമ്മൾ കർത്താവിനടുക്ക് ചെല്ലുമ്പം, ഇല്ല ഞാൻ നിനക്ക് വേണ്ടി ജോലി ചെയ്യും, നിൻ്റെ ആടുകളെ ഞാൻ നോക്കും എന്ന് പറയാൻ ധൈര്യം വരുമോ? ഏത് ഭാരത്തിൽ കൂടാ നിങ്ങൾ പോകുന്നത്, അതേ പ്രശ്നത്തിൽ കൂടെ ഉള്ളവർക്കേ നിങ്ങളുടെ ശുശ്രൂഷ ആവശ്യമുള്ളൂ. അല്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല. എൻ്റെ കൂടെ പ്രാർത്ഥന കൂട്ടത്തിലുള്ളവരുണ്ട്, രോഗത്തിന് നല്ല കൃപ, രോഗസൗഖ്യത്തിന്. അവരുടെ വീട്ടിൽ രോഗത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ കാണും, ഇതെന്തിനാ ഇവർ ഇത്രയും രോഗത്തിൽ കൂടെ. എന്നാലേ അവരുടെ രോഗസൗഖ്യത്തിൻ്റെ ബലം അവരറിയത്തുള്ളൂ. അതല്ല മിനിസ്ട്രി, ഡെലിവറൻസ് മിനിസ്ട്രി എടുക്കുന്നവരാണെങ്കിൽ എങ്ങുമില്ലാത്ത പൈശാചിക ശക്തി കയറി വരും, പക്ഷേ അതിലവർ ജയത്തോടെ നിൽക്കും. അതല്ല ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടെ പോകുന്നവരാണെങ്കിൽ അനേകരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഡെലിവറൻസ് കൊടുക്കാനുള്ള കൃപയായിരിക്കും. പലരും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും പൈസ തന്നു, പക്ഷെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരല്പ പൈസ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും. അത് വാങ്ങിക്കുന്ന ആളിൻ്റെ ആത്മാർത്ഥത അനുസരിച്ച് വിടുതൽ കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വിടുതൽ കിട്ടുന്ന എനിക്കറിയാം. പക്ഷേ നീ വാങ്ങിക്കുമ്പോൾ നിൻ്റെ മനസ്സ് ഇത് സമ്പത്ത്, അതായത് നമ്മളൊരു 100 രൂപ 1000 രൂപ എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് 1000 പവൻ്റെ വിലയായിട്ട് സ്വീകരിക്കുന്നതാണ് ദൈവസന്നിധിയിൽ. അത് 1000 പവൻ്റെ വിലയാക്കുന്നത് ദൈവമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം. 5 അപ്പവും 2 മീനും 1 ബാലൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇത്ര പേരെ ഭക്ഷിപ്പിച്ച ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ വിശാലമായ സ്നേഹത്തിലേക്ക് കയറി വരാൻ നമ്മുടെ ജഡം മാത്രമേ തടസ്സമുള്ളൂ. കൂടോത്രമല്ല, മറ്റുള്ളവരുടെ കണ്ണുകടിയല്ല, മറ്റുള്ളവരുടെ ജലസിയല്ല, നമ്മളിലുള്ള അവിശ്വാസം മാത്രം. അതുകൊണ്ടാണ് എപ്പിലെപ്സി ബാധിച്ച് ഒരു മകനെ അപ്പൻ കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ ഏൽപ്പിച്ചപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞയാൾ യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ അയാൾ ചോദിക്കുന്നു, നിൻ്റെ ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, നിനക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. നമ്മളും അതല്ലേ ചോദിക്കുന്നത്, നിനക്ക് സാധിക്കും. ക്രിസ്തു ഒന്നേ പറയുന്നുള്ളൂ, എനിക്ക് സാധിക്കുമോ എന്ന്. ആ ചോദ്യം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രസക്തിയില്ല. all powerful, all graceful, all present, omnipotent, immortal God is staying before you and asking, എന്താണ് നിനക്ക് വേണ്ടത്? അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. കർത്താവൊന്നും പറഞ്ഞില്ല. അവനെ കൊണ്ടുവന്നപ്പോൾ അവനെ അന്ന് വരെ എഴിച്ചു നടന്ന പിശാച് അവനെ ഇട്ടേച്ച് ഓടി, വലിച്ചിഴച്ചുകൊണ്ട് ഓടി. കാരണം അവന് നിൽക്കാൻ ഒക്കുന്നില്ല. ഇത്ര നാൾ അധികാരം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. അഴിഞ്ഞു പോകുക നീ ഇവിടുന്ന്, അഴിഞ്ഞു പോകാൻ യേശുവിൻ്റെ ആത്മാവ് പറയുകയാണ്. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ദൈവം യഥാസ്ഥാനപ്പെടുത്തിയാൽ യഥാസ്ഥാനപ്പെടുത്തിയ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കുക. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക കുടുംബങ്ങൾക്ക് ഇന്ന് വിടുതൽ തരുന്നതായിട്ട് ദൈവം കാണും. നമുക്ക് ദൈവത്തെ കാണും. ദൈവം നമ്മളെ അനുഗ്രഹിച്ച ദിവസമാണ് ഇത്. സീലിടുകയാണ് വിശുദ്ധ രക്തം കൊണ്ട്.
കേൾക്കുന്നവർക്കും പറയുന്നിടത്തും പറയുന്ന വീടുകൾക്കും കേൾക്കുന്നിടത്തും ഇത് ഐശ്വര്യം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അതിനൊരു പ്രത്യേക ദിവസം വെച്ചിട്ടുണ്ട്. അതിന്നാണ് കർത്താവേ, അതിന്നാണ് കർത്താവേ. സംശയം കൂടാതെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരൊറ്റ ശത്രുക്കളില്ല. ഞങ്ങളുടെ ആ വിശ്വാസം, നീ ആരേ എന്ന് ഐ ആം ഹൂ ഐ ആം, ഐ ആം ഇൻ ചാർജ്, ഐ ആം ജഹോവ, ഐ ആം ദി ഓൾമൈറ്റി ഗോഡ്, ഐ ആം യഹോവേ, ഐ ആം ഇറ്റേണൽ ഗോഡ്. ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും? അപ്പച്ചനെ ഒന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള ശക്തി മാത്രം മതി. അപ്പച്ചൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ ഇത് പെട്ടുകഴിഞ്ഞു. ഏത് പ്രശ്നമാണ് ഓരോ വ്യക്തികൾ കടന്നു പോകുന്നത്, അവിടെ അപ്പച്ചൻ്റെ കണ്ണ് വന്നിരിക്കുന്നതിന് സ്തോത്രം. ഇതിൻ്റെ കൂടെ സമാധാനത്തിൻ്റെ പാക്കേജ് ഇട്ടുകൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാം മുഖമൊടിച്ചു കളഞ്ഞ് സ്വതന്ത്രരാക്കി വരുവീൻ, നമുക്ക് ഒന്നിച്ച് സിയോൻ്റെ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലാം. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ആവശ്യമുള്ള മക്കളും മരുമക്കളും കൊച്ചുമക്കളും അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഭണ്ഡാരം അവിടെ തുറന്നു വെച്ചിരിക്കുന്ന നിങ്ങൾ കാണും. പക്ഷെ യാത്ര 2 സൈഡിൽ കൂടെ ആയിരുന്നേ ഉള്ളൂ. കയറുക. മുകളിൽ വരുമ്പോൾ അവിടെ ഒരു സമഭൂമിയുണ്ട്. അവിടെ യേശു ക്രിസ്തു വലിയൊരു ബാങ്ക്വറ്റ് ഹോള് പോലെ വിശാലമായ തൻ്റെ പന്തലിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആവശ്യം പോലെ ഭക്ഷിച്ചുകൊണ്ട് തൃപ്തരായിട്ട് തിരിച്ചു പോകുവീൻ. വരുവീൻ, ജാതികൾ കാണട്ടെ, നിങ്ങളുടെ സന്തതികളെ കാണും. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയെന്ന് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം വിളിച്ചു പറയുന്നത് ഇന്ന് സഫലമായിരിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. ഞങ്ങൾ നിന്നെ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.